ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ടെൻസുകളെ കുറിച്ചായിരുന്നു അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണ്? നമ്മൾ നടന്നു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ അവളെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി, ഞാനത് കഴിച്ചു, ഞാനത് വാങ്ങിച്ചു, അവനത് വാങ്ങിച്ചു. ഇങ്ങനെ നമ്മൾ പല സാഹചര്യങ്ങളിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എപ്പോഴും ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മുടെ കോൺവെർസേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒരു മാറ്റവും വരുന്നില്ല. നമ്മൾ രണ്ടാമത് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് വേർബിൻ്റെ സെക്കൻഡ് ഫോം ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ ഈ സെക്കൻഡ് ഫോം? സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞാൽ V2 ഫോം ഓഫ് ദ വേർബ്. ഇപ്പം നമ്മൾ ബൈ എന്ന് പറഞ്ഞു. ബൈ എന്നുള്ളതിൻ്റെ V2 ഫോം ഏതാ? ബോട്ട്. നമ്മൾ ഗോ എന്നുള്ളതിൻ്റെ V2 ഫോം എന്താ? വെൻറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? ഞാൻ സ്കൂളിൽ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? ഞാൻ സ്കൂളിൽ പോകുന്നു. ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് എങ്ങനെയാണ് പറയുക? ഐ ഗോ ടു സ്കൂൾ. പക്ഷെ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞു. പാസ്റ്റിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ വി ക്യാൻ സേ ഐ വെൻറ്റ് ടു സ്കൂൾ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, മിസ്സേ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുമോ ഇല്ലേ എന്നുള്ളത് അല്ലേ? പക്ഷെ ഇവിടെ ചേഞ്ച് ഒന്നും വരില്ല. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും നമ്മൾ V2 ഫോം യൂസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ പറയാ? ഐ വെൻറ്റ് ടു സ്കൂൾ, യു വെൻറ്റ് ടു സ്കൂൾ, ഷീ വെൻറ്റ് ടു സ്കൂൾ, ഹീ വെൻറ്റ് ടു സ്കൂൾ, ടോം വെൻറ്റ് ടു സ്കൂൾ. എന്താണെങ്കിലും എന്താ നമ്മളിവിടെ യൂസ് ചെയ്യുക? വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? പാസ്റ്റ് ടെൻസ് പറയുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും വെർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വേർബ് ഏത് ഫോമാണെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കില്ലേ? താങ്ക്